അതേസമയം ഞാൻ നിങ്ങളെക്കാട്ടിലും മെച്ചപ്പെട്ട ആത്മീയ ജീവിതം നയിക്കുന്ന ആളാണ്. കാരണം ഞാൻ കണ്ണടച്ചാൽ എനിക്ക് ഒരുപാട് ദൈവാനുഭവങ്ങളുണ്ട്. എനിക്ക് കണ്ണ് നിറഞ്ഞാണ് ഞാൻ കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ പിന്നെ ദർശനങ്ങളും വെളിപാടുകളൊക്കെ കാണാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ അറിയാതെ ചിന്തിക്കും, ഞാൻ അതൊന്നും അല്ല ആത്മീയതയുടെ അടയാളം. ഇപ്പം ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി കിട്ടുന്നതാണ് എൻ്റെ ആത്മീയതയുടെ അടയാളം ആണോ? അല്ല, അതല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിലും അതുമല്ല ആത്മീയതയുടെ അടയാളം. ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ വേർതിരിച്ച് രോഗസൗഖ്യം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് വരും. അതല്ല ശരിക്കുള്ള ആത്മീയത. അത് നടക്കും. അതിൻ്റെ പേരിൽ എനിക്ക് വിശുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതല്ല എന്ത് വിശുദ്ധിയുടെ. അതേസമയം 4 പേർ എനിക്കെതിരെ തെറി പറയുമ്പോൾ ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എനിക്കെതിരെ ആരോപണങ്ങൾ സമൂഹവും വീട്ടുകാരും ഉന്നയിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അവർക്കെതിരെ ശത്രുത തോന്നാതെ ക്ഷമയോടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവനോ അവളോ ആണ് ഏറ്റവും വലിയ വിശുദ്ധൻ, ഏറ്റവും വലിയ വിശുദ്ധ.